നിയമസഭയിൽ ബാലുശ്ശേരിയുടെ ശബ്ദമാകുന്നത് ഇതാ ഈ 30 വയസ്സുകാരനാണ്. KSUവിൻ്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. നമ്മൾ ഒരുപാട് തവണ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നാട്ടിലേക്ക് വന്ന സമയത്ത് ജയിച്ചതിന് ശേഷം വലിയ സ്വീകരണമാണ്. എന്താണ് എല്ലാവരും പറയുന്നിപ്പോൾ? അല്ല, ഞാൻ വലിയ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആളുകളും പിന്നെ സംഘടനാ പ്രവർത്തന ജവഹർ ബാലജനവിധിയിൽ നമ്മൾ തുടങ്ങുന്ന നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ പിന്നെ KSU പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാ സമയത്തും വലിയ പ്രോത്സാഹനവും പിന്തുണയൊക്കെ തന്ന നമ്മുടെ നാട്ടുകാരാണ്. നമ്മളെ ശാസിച്ച, നമ്മളെ തിരുത്തിയ, ഒരു ലാത്തി ചാർജിലൊക്കെ അടികിട്ടുമ്പോൾ വേദനയോടെ നമ്മളെ വിളിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആളുകളും ഇതുപോലെ വന്ന് ഇപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്നും ഈ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കും. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എന്തൊക്കെയാണ് മണ്ഡലത്തിന് വേണ്ടി ആദ്യം ചെയ്യുക എന്നതാണ്. ഓരോ സാധാരണ മനുഷ്യൻ്റെയും കണ്ണുനീരൊപ്പേണ്ടതാ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് പുഞ്ചിരി വിടരേണ്ടതായ അടിസ്ഥാന പ്രശ്നങ്ങൾ ബാലുശ്ശേരിക്കേണ്ടവരുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുടിവെള്ളമുണ്ട്, അതിൽ റോഡുണ്ട്, വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനേക്കാളപ്പുറത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ, കായിക മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്ന പ്രതിഭാശാലികളായ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ബാലുശ്ശേരിക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അത് ബാലുശ്ശേരിക്കാരോടൊപ്പം നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്ന് നമ്മളത് ചെയ്യും. സൂരജ് വോട്ട് തേടി പോകുന്ന സമയത്ത് അച്ഛൻ കൂലിപ്പണിക്ക് പോവുമായിരുന്നു. ഇനിയിപ്പോൾ അച്ഛനോട് ചോദിക്കാല്ലേ, പണിക്ക് പോവോ? മോൻ ജയിച്ചപ്പോൾ എന്താ തോന്നിയ? പണിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മകൻ ജയിച്ചത് കൊണ്ട് പണിക്ക് പോകാതിരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു തീരുമാനമൊന്നുമില്ല. എൻ്റെ തൊഴിൽ ഉണ്ട്, അത് എനിക്ക് എന്തായാലും എടുക്കണം. ആരോഗ്യമുള്ള കാലത്തോളം എടുക്കണം, ജീവിക്കണം എന്നാണ് ആഗ്രഹം. ഇവിടെ നാട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, മോൻ എന്തിനാ ഇങ്ങനെയൊക്കെ പോലീസ് കേസോ അടിപിടിയൊക്കെ ആയിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ കരഞ്ഞിട്ട് പോലും ഉണ്ടെന്നാണ്. ഇപ്പം മകൻ MLA ആയി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓന് ഒരുപാട് അടിയെല്ലാം കിട്ടി. അതിൽ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പം കിട്ടിയത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കുമായിരുന്നോ എന്തിനാണ് ഇങ്ങനെ? ചോദിക്കലുണ്ട്, പക്ഷേ ഓനൊരു തെറ്റായ വഴിക്ക് ഒരിക്കലും പോയിക്കില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സങ്കടമില്ല. പക്ഷെ അടി കിട്ടിയും പുറമെല്ലാം കാണുമ്പോൾ നമുക്ക് സങ്കടം മുഴുവനും ചുവപ്പ് കളറായിരിക്കും. ബാലുശ്ശേരിക്ക് വേണ്ടി ഉറച്ച ശബ്ദമായി നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് VT സൂരജ്. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.